ഹേ ഗായ്സ്, ദിസ് ഇസ് ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം അങ്ങനെ മാർച്ച് മാസം തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ പുതിയ മാസം വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് പറയാം. പക്ഷേ നമ്മളെപ്പോഴും എല്ലാ മാസവും ഈ ലിസ്റ്റിൽ പറയുന്നതിൽ 1-2 വണ്ടികൾ ചിലപ്പോൾ കൂടുതലും വരാറുണ്ട്. സോ അത് നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് തന്നെ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി ലിസ്റ്റ് പറഞ്ഞതിൽ കുറച്ചധികം വണ്ടികൾ എക്സ്ട്രാ വന്നായിരുന്നു. എനിവേ, നമ്മുടെ ആദ്യത്തെ ഈ ലിസ്റ്റിലുള്ള വാഹനം റെനോയുടെ പുതിയ ഡസ്റ്ററാണ്. ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് ജസ്റ്റ് അടുത്താണ് അവർ അനൗൺസ് ചെയ്തത്. അതുവരെ നമുക്ക് വണ്ടി മാർച്ചിൽ വരും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാനുവരി 26 റിപ്പബ്ലിക് ഡേ എന്നാണ് ഈ വാഹനം ആദ്യമായിട്ട് അവർ കാണിച്ചത്. പക്ഷേ അത് നമുക്ക് പ്രൈസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഡിസൈനൊക്കെ നമ്മൾ കണ്ടു, ഓവറോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുമെന്ന് കണ്ടു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാലും ഇപ്പോഴും ആൾക്കാർക്ക് അറിയേണ്ടത് ഈ വണ്ടിയുടെ പ്രൈസിംഗ് ആണ്. അതല്ലാതെ നമുക്കിപ്പോൾ പവർ ടൺ ഓപ്ഷൻസ് ആണെങ്കിലും എല്ലാ ആസ്പെക്ട്സിലും അവരൊരു പുതിയ ബെഞ്ച് മാർക്കാണ് ഈ വണ്ടി വെച്ച് സെറ്റ് ചെയ്തത്. ഇതിന് ഹൈബ്രിഡ് പവർ ടൺ ഈ അടുത്ത കാലത്തൊന്നും വരില്ല, ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേ വരുള്ളൂ. പക്ഷെ എന്നാലും 1.8 ലിറ്റർ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എഫിഷ്യൻസി ആണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഓൺ പേപ്പർ പവർ ഫിഗേഴ്സ് തന്നെ ഹൈബ്രിഡിന് 160 PS മുകളിലാണ് വരുന്നത്. സോ എന്തായാലും ആക്സിലറേഷൻ കാര്യത്തിലും കുഴപ്പമുണ്ടാവില്ല. അതല്ലാതെ നമുക്ക് 1.3 ടെർബോ പെട്രോൾ അതിൻ്റെ തൊട്ട് താഴത്ത് നിൽക്കുന്നുണ്ട്. അതും 163 PS പവറും അതുപോലെ വെറ്റ് ക്ലച്ച് TCD ട്രാൻസ്മിഷനൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ താഴെ നമുക്ക് 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ കിട്ടുന്നുണ്ട്. മാഗ്നറ്റിലും കൈകളിലൊക്കെ കിട്ടുന്ന അതേ യൂണിറ്റ് തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആണ് വേണമെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ടച്ച് സ്ക്രീൻസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ സൈസിലാണ്. 10 ഇഞ്ചസിൻ്റെ അടുത്ത് സൈസ് വരുന്നുണ്ട് രണ്ടെണ്ണത്തിനും. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പവർ ടെയിൽ ഗേറ്റ് ഉണ്ട്. പവർ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്, പിന്നെ പാനോറാമിക് സൺറൂഫ്, വയർലെസ് ചാർജർ, അങ്ങനെ എന്ന് പറയേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്നാണ് ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 17-നാണ് നമുക്ക് ഈ വണ്ടി ലോഞ്ച് ആകാൻ പോകുന്നത്. പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറയാൻ സാധിക്കും. പിന്നെ ഏപ്രിലാണ് ഇതിൻ്റെ ടർബോ പെട്രോൾ മോഡലിൻ്റെ ഡെലിവറീസ് ഒക്കെ അവർ കൊടുത്തു തുടങ്ങാൻ പോകുന്നത്. അഗൈൻ ഹൈബ്രിഡ് ഞാൻ പറഞ്ഞു, ദിവാലി സമയം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വർഷം ലാസ്റ്റ് ആവും വരാൻ. അത് ഇച്ചിരി ലേറ്റായി പോയി, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്ത വണ്ടി നമ്മുടെ പുതിയ കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടിയും അവർ ഏകദേശം ജാനുവരി സമയത്താണ് കാണിച്ചത്. ഈ മാസം പ്രത്യേകിച്ച്, അതായത് ഫെബ്രുവരിയിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ മാർച്ചിൽ എന്തായാലും ഇതിൻ്റെ ലോഞ്ചാണ് നമ്മളിനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് മാത്രമേ വരാനുള്ളൂ, ബാക്കി സംഭവങ്ങളൊക്കെ അവർ കാണിച്ചതാണ്. ഡിസൈനിൽ കുറച്ച് ചെറിയ ചെറിയ ട്വീക്സ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം കാണുമ്പം ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ലുക്കാണ് എന്ന് പറയാം. അലോയ് വീൽസിൻ്റെ ഡിസൈൻ മാറ്റി, ഫ്രണ്ടിൽ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ, പിന്നെ ഈവൻ ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലാമ്പ് വന്നു, നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈൻ ഫ്രണ്ടും ബാക്കും മാറി. അങ്ങനെ കുറച്ച് സട്ടിലായിട്ടുള്ള പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് ആണ് ഈ വണ്ടിയിൽ ഡിസൈൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഡിസൈൻ മാത്രമല്ല, അവർ ഇപ്രാവശ്യം കൂടുതലും ബേസ് വേരിയൻ്റിലുള്ള ഫീച്ചേഴ്സാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓട്ടോ AC, ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ, അലോയ് വീൽസ്, പിന്നെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ വേരിയൻ്റ് പോലെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് സ്കോഡ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈവൻ ടോപ്പ് എൻഡിലാണെങ്കിൽ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് റിയർ സീറ്റ് മസാജ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അത് ഒരു മറ്റേ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഇപ്പോൾ സെഗ്മെൻറ്റിൽ ആകെപ്പാട് ഈ വണ്ടിയിൽ മാത്രമേ അത് വരുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മോണ്ടെ കാർലോൻ്റെ ഇൻറ്റീരിയർ കളർ തീം ഒരു കുറച്ചും കൂടെ നല്ലൊരു ലൈറ്റ് റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണിലോട്ട് മറ്റേ അടിച്ച് കയറി വരില്ല. ഇതിൻ്റെ മോണ്ടെ കാർലോ ആദ്യം ഇറങ്ങിയപ്പോൾ ഇൻറ്റീരിയറിലെ റെഡ് ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. നമുക്ക് കയറുമ്പോൾ തന്നെ എന്തുപോലെ തോന്നും. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല സെറ്റിലായിട്ടുള്ള ഒരു കളർ തീമാണ് അതിന് പിടിച്ചിരിക്കുന്നത്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കേസ് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ അത് ഈ മാസം അവർ എക്സാക്റ്റ് ആയിട്ട് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് മാർച്ച് അവസാനത്തിൻ്റെ ഉള്ളിലൊക്കെ തന്നെ പറയാൻ പറ്റും. അധികം പ്രൈസേക്ക് വരേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ബേസ് മോഡലൊക്കെ ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപയ്ക്ക് കൂടുമായിരിക്കും. എന്നാലും 12 ലക്ഷം രൂപയ്ക്ക് അത് ബേസ് മോഡൽ കിട്ടി. അതായത് എക്സ്ഷോറും വന്നാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ അത്രയും ഫീച്ചേഴ്സ് ബേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിവേ, എന്താവും നമുക്ക് കണ്ടറിയാം. ഇതാണ് കുഷാക്കിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യം. ഇതിനകത്ത് പവർ ടൺ ഓപ്ഷൻസിൽ നമുക്ക് 1.5 TSI സെയിം ആണ്, 1 ലിറ്റർ TSI എഞ്ചിനൊക്കെ സെയിം ആണ്. പക്ഷേ ട്രാൻസ്മിഷൻ അവർ മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 8 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് ഇതിനകത്ത് കിട്ടുന്നത്. നേരത്തെ 6 സ്പീഡ് ആയിരുന്നു. ഇപ്പോൾ ഏസിൻ്റെ തന്നെ പുതിയ ഗിയർ ബോക്സ് ആണ്. ടെക്നിക്കലി ഈ ഗിയർ ബോക്സിന് പഴയ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടറിനും കുറച്ചുകൂടി വില കുറവാണ് എന്നാണ് നമ്മുടെ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 8 സ്പീഡാണ്, നമുക്ക് മൈലേജും കൂടുതൽ കിട്ടും. പിന്നെ അവർക്ക് വലിയ ചിലവും വരുന്നില്ല. ഇനി അടുത്ത വണ്ടി നമ്മുടെ മെർസിഡീസിൻ്റെ പുതിയ വി ക്ലാസിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി നമുക്ക് 2022 വരെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ് അവർ ഇറക്കിയിരിക്കുന്നത്. AMG ലൈൻ ട്രിമ്മിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ചില സ്ഥലത്ത് AMGയുടെ ബാഡ്ജിങ് സംഭവങ്ങളൊക്കെ കാണാം. സ്പോർട്ടിനെസ്സുമായിട്ട് ഈ വണ്ടിക്ക് ഒരു ബന്ധമില്ല, ഇതിൻ്റെ ട്രിം അതാണെന്ന് മാത്രം. 18 ഇഞ്ച് വീൽസൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നല്ല പക്ക ബോക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇൻറ്റീരിയറിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ റിയർ സീറ്റ് എക്സ്പീരിയൻസ്, അതാണല്ലോ ഈ വണ്ടി മെയിനായിട്ട് ടാർഗറ്റ് ഉണ്ട്. ഇത്രയും വലിയൊരു വാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം കൺഫിഗറേഷൻ ഉണ്ട്, അത്രയും സ്ഥലമുണ്ട് ഇതിൻ്റെ
ഇതിൻ്റെ അകത്ത്. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ 4 ഫോർവേഡ് ഫേസിംഗ് സീറ്റ്സ് പറയാൻ പറ്റും 6 സീറ്റർ കൺഫിഗറേഷനിൽ. അതല്ലെങ്കിൽ 2 ഫോർവേഡ് ഫേസിംഗ് സീറ്റും 2 മറ്റേ ബാക്കിലോട്ട് ഫേസ് ചെയ്യുന്ന ടൈപ്പ് സീറ്റ്സും വെക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഫോർവേഡ് ഫേസിംഗ് സീറ്റ്സ് എന്ന് പറയുന്നത് 2 നല്ല കിടിലൻ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. നമുക്ക് മറ്റേ കാഫ് സപ്പോർട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്, കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അങ്ങനെ സകലമായ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് കംഫർട്ടിനാണ് ഡെഫിനറ്റ്ലി ഈ വണ്ടി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 2 ലിറ്റർ ടർബോ എഞ്ചിൻസ് ആണ് വന്നിരിക്കുന്നത്, പെട്രോളും ഡീസലും. V300 പെട്രോൾ എഞ്ചിനും പിന്നെ V300D ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പെട്രോൾ ആണെങ്കിൽ 231 PS പവറും ഡീസലാണെങ്കിൽ 237 PS പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടും 9 സ്പീഡ് ഓട്ടോമാറ്റിക്, അതായത് ടോക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ പവറൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല, കാരണം മൊത്തത്തിലൊരു കംഫർട്ട് സംഭവങ്ങളൊക്കെയാണല്ലോ നോക്കുന്നത്. എന്തായാലും വി ക്ലാസിൻ്റെ കമ്പാക്ക് കൊള്ളാം. ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും മിക്കവാറും വണ്ടി ലോഞ്ചായി കാണും. അപ്പോഴേക്കും നിങ്ങൾക്ക് പ്രൈസും അറിയാമായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രൈസ് വന്നിട്ടില്ല. ഇനി നമ്മുടെ അടുത്ത 4ാമത്തെ വണ്ടി ടൊയോട്ടയുടെ പുതിയ അർബൻ ക്രൂസർ ഇബെല്ലയാണ്. ഇതിൻ്റെ മീഡിയ ഡ്രൈവിംഗ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വിറ്റാരയുടെ പ്രൈസ് വരും 1.5 കൊല്ലം വെയിറ്റ് ചെയ്തതുപോലെ ഈ വണ്ടിയുടെ പ്രൈസ് എപ്പോൾ വരും എന്നുള്ളതാണ് അറിയാനുള്ളത്. പക്ഷേ ഈ വിറ്റാരയുടെ പ്രൈസ് അവർ ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക് ഓൾമോസ്റ്റ് ഒരു സിമിലർ ബോൾ പാർക്കിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസും വരുന്നത്. 15.99 മുതൽ 19.79 ലാക്സ് വരെ ആയിരുന്നു ഈ വിറ്റാരയുടെ പ്രൈസ് ഉള്ളത്. പിന്നെ ബാറ്ററി സർവീസ് എടുക്കുകയാണെങ്കിൽ 10.99 ലാക്സിൽ തുടങ്ങും, അത് വേറെ കാര്യം. ഈ വണ്ടിക്ക് കുറച്ചും കൂടെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു 30,000 to 50,000 റേഞ്ചിലൊക്കെ അവർ കൂട്ടി വെക്കുമായിരിക്കും. പക്ഷേ ഫ്രണ്ട് ഡിസൈൻ ഇതിൻ്റെ വ്യത്യാസമുണ്ട്, ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല. സൈഡ് ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്, പിന്നെ റിയർ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. അകത്തുള്ള ലൈറ്റിംഗ് എലമെൻറ്റ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ അതും എക്സാക്ട്ലി സെയിം ആണ്. അവർ കളർ പോലും മാറ്റിയിട്ടില്ല. സാധാരണ ടൊയോട്ട അറ്റ്ലീസ്റ്റ് കളറെങ്കിലും മാറ്റിയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കുറച്ചെന്തോ ഡാർക്കർ ബ്രൗണിൻ്റെ ഷെയ്ഡോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ആകെ വ്യത്യാസമുള്ള ലോഗോയുടെ വ്യത്യാസമാണ്. നമ്മൾ സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ ടൊയോട്ട വരും, ഇൻസ്ട്രുമെൻ്റ് ഡ്രസ്സിൽ ടൊയോട്ട വരും, സ്റ്റിയറിംഗിലും ടൊയോട്ട വരും. അതാണ് ആകെപ്പാട് ഡിഫറൻസ്. ബാറ്ററി പാക്കും സംഭവങ്ങളൊക്കെ സെയിം ആണ്. 49 കിലോട്ടോറും 61 കിലോട്ടോറും ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത്. പവർ ഫിഗേഴ്സ് ആണെങ്കിലും 174 PS പവറാണ് റേഞ്ച് കൂടിയ 61 കിലോട്ടോർ മോഡൽ വരുന്നത്. 49 കിലോട്ടോർ ആണെങ്കിൽ 144 PS പവറാണ് വരുന്നത്. ടോർക്കും സെയിം ആണ്, 192 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ വണ്ടിയിലും നമുക്ക് ഇന്ത്യയിൽ ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ അല്ല, പക്ഷേ പുറത്തെന്തായാലും ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാക്റ്റ് ആയിട്ടുള്ള ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷെ മാർച്ചിൽ പ്രൈസ് വരും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഹോപ്പ് ചെയ്യുന്നത്. ഇതിനും ബാറ്ററി സർവീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി ഈ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം നമ്മുടെ ഔഡിയുടെ പുതിയ SQ8 ആണ്. RSQ8 എന്ന് പറഞ്ഞൊരു ഫുൾ ബ്ലോൺ നമ്മുടെ മറ്റേ ലംബോർഗിനി ഉറൂസ് ഇൻ ഡിസ്ഗൈസ് ആണെങ്കിൽ ഈ വണ്ടി കുറച്ചും കൂടെ ഒരു ടോൺ ഡൗൺ വേർഷൻ ആണ്. പറഞ്ഞു വരുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനൊക്കെ സെയിം ആണ്. 4 ലിറ്റർ V8 എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. RSQ8ലും സെയിം എഞ്ചിനാണ്, പക്ഷേ ഇതിനകത്ത് നമുക്ക് 507 PS പവറാണ് വരുന്നത്. 770 Nm ടോർക്കുണ്ട്. RSQ8 ആണെങ്കിൽ അതിൻ്റെ അകത്ത് 650 bhpക്ക് മുകളിൽ പവർ ഉണ്ട്. അതുപോലെ 850 ന്യൂട്ടൺ മീറ്റേഴ്സിനടുത്ത് ടോർക്കും വരുന്നുണ്ട്. ഈ വണ്ടി അതായത് SQ8ൻ്റെ 0 to 100 ക്ലെയിം ടൈം അവർ പറയുന്നത് 4.1 സെക്കൻഡ്സ് ആണ്. അതുമാത്രമല്ല നമുക്ക് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അതിനകത്ത് കിട്ടുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ക്വാർട്ടർ ആണ്, നമുക്കറിയാം ഓഡിയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണത്. നോർമൽ Q8 അതായത് അതിൻ്റെ അകത്ത് 3 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനാണ് കിട്ടുന്നത്. അതിൽ 340 bhp വരുന്നുള്ളൂ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ സ്റ്റെപ്പ് ആണ് എന്ന് തന്നെ പറയാം. ഈ വണ്ടിയും നമുക്ക് മാർച്ച് 17 തന്നെയാണ് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത്. സോ ഗൈസ്, ഇതാണ് ഈ വരുന്ന മാർച്ച് മാസത്തിൽ നമുക്ക് ഇന്ത്യയിൽ വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങൾ. ഇതിൽ ഏത് വണ്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ തീർച്ചയായും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.